ടൊയോട്ടയുടെ ലൈനപ്പിൽ ഒരു ഐക്കോണിക് മോഡലായിട്ടാണ് നമ്മൾ തോന്നിട്ടുള്ളത്. ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളൊരു മോഡൽ ടൊയോട്ടയാണ്. ആ ടൊയോട്ടയുടെ ബ്രാൻഡിങ്ങിൽ തന്നെ ക്യാമറിയാണ് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ടൊരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ. ഈ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഹൈബ്രിഡിനെ സൂചിപ്പിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമറി തന്നെയാണ്. കാരണം ഓടി തെളിഞ്ഞല്ല വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളൊരു മോഡലാണ് ടൊയോട്ട ക്യാമറി. നമുക്കറിയാം ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 കോടിയിലധികമാണ് ടൊയോട്ട ക്യാമറി സെയിലായിരിക്കുന്നത്. 1980 കാലഘട്ടം മുതൽ ഇപ്പോൾ 2024 വരെ ഉള്ള നമ്മൾ സെയിൽസ് ഫിഗർ എടുത്തു നോക്കിയാൽ ടോപ്പ് സെല്ലിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം വളരെ കുറവാണ് ക്യാമറ. നമ്മൾ റോഡുകളിലൊന്നും അധികം കാണാറായിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏതോ 2-3 വണ്ടിയേ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ അതെന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്, ടൊയോട്ടയുടെ ലൈനപ്പിൽ നിലവിലൊരു ഐക്കോണിക് മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ടൊയോട്ട ക്യാമറി ആയിരിക്കും ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. അതിലൊരു സംശയവും ഇല്ല. നിങ്ങൾ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ കാണാം ഇത് എത്രത്തോളം വലിപ്പമുള്ളൊരു വാഹനമാണ്, എത്രത്തോളം ലെങ്തി ഉള്ളൊരു വാഹനമാണ്. ഒരു 5 മീറ്ററിലധികമാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 5 മീറ്റർ അല്ല, 5 മീറ്ററിൽ തൊട്ട് താഴെയാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അത്രത്തോളം വലിയൊരു ഫുൾ സൈസ് സെഡാനാണ് ഈ കിടക്കുന്നത്. ഫുൾ സൈസ് ലക്ഷറി സെഡാൻ നമ്മൾ പറയണം. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാം ടൊയോട്ടയുടെ തന്നെ പ്രീമിയം ബ്രാൻഡിൽ വരുന്നതാണ് ലെക്സസ് എന്ന മോഡൽ. ലെക്സസിൻ്റെ മോഡൽ വളരെ പ്രശസ്തമാണ്. അത് ഈ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 15 to 20 lakhs ആണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്ത് സെയിം എഞ്ചിൻ സെയിം പ്ലാറ്റ്ഫോമുള്ള സെയിം വാഹനം വാങ്ങിക്കുന്നതിൽ നല്ലത് ക്യാമറി വാങ്ങിക്കുന്നതാണ്. ലോഗോ ടൊയോട്ടയുടെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ലെക്സസിൻ്റെ ലോഗോ കിട്ടുമെന്നുള്ളൊരു ബ്രാൻഡ് വാല്യൂ ആണ് അധികമായിട്ട് നിൽക്കുന്നത്. അത് ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ആ മോഡൽ വാഹനം ചൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം മൈലേജ്, ഏകദേശം ഞെട്ടിക്കുന്ന മൈലേജാണ്. ഇത്രയും വലിയ വാഹനം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു 2.5 ലിറ്റർ എഞ്ചിൻ വെച്ച് ഈ വാഹനത്തിൻ്റെ കിട്ടുന്ന മൈലേജ് 23 മുകളിലാണ്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കി തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് നോക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ. ആ ടൊയോട്ടയുടെ വാഹനമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ അടങ്ങിയൊരു വാഹനമാണ്. വളരെ ഷാർപ്പായിട്ടുള്ള കട്ടിങ്ങും ക്രീസിങ്ങും പവർ ബൾജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വളരെ ചെറിയൊരു ഗ്രിൽ യൂണിറ്റാണ്. അവിടെ ടൊയോട്ടയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ള കാണാം. അതിലൊരു ബ്ലൂ എലമെൻസും കൂടി നമുക്ക് കാണാം. അത് ഹൈബ്രിഡ് എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ടൊയോട്ട വെൽഫെയറിലും ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽസിലൊക്കെ നമുക്ക് ആ ഒരു ഡിസൈൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ വളരെ വലിയ ബമ്പറാണ്. എയർ ഡാമിൻ്റെ ഒക്കെ വലിപ്പം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള എയർ ഡാമാണ് വരുന്നത്. അവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒരു ക്രോം എലമെൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഹെഡ് ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ്. അതും നമുക്ക് മെട്രിക്സ് ടേൺ ഇൻഡിക്കേറ്ററും DRLസും ഒക്കെ കാണാം. അതും വാഹനത്തിൻ്റെ ഡിസൈനോട് മാച്ചായി നിൽക്കുന്ന ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അത് വളരെ സ്ലീക്കായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. പിന്നെ LED ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. അതും വളരെ ചെറുതാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ടെന്ന് വെച്ചാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ. നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴാണ് ഈ വാഹനം എത്രത്തോളം വലിപ്പമുള്ളൊരു വാഹനമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നത്. ഏകദേശം 5 മീറ്റർ അടുപ്പിച്ചാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അതും ഫ്ലോറിലോട്ട് അങ്ങനെ പിടിച്ച് കിടക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം യാത്രാ സുഖമുണ്ട്, എത്രത്തോളം റോഡ് ഗ്രിപ്പുള്ളൊരു വാഹനമാണ്. പിന്നെ നമ്മുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ഈ അലോയ് വീലിലാണ്. ഒരു ഡ്യുവൽ സ്പോക്ക് അലോയ് വീലാണ് വരുന്നത്. ഡ്യുവൽ സ്പോക്ക് അല്ല, ഒരു ഡ്യുവൽ ടോൺ അലോയ് വീലാണ്. അതിൻ്റെ സ്പോക്കുകളൊക്കെ ആണെങ്കിൽ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. 18 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. ഏകദേശം 235 45 6 18 സൈസിലുള്ള ടയർ സൈസാണ് വരുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പൊതുവേ ഈ ഒരു ഫുൾ സൈസ് ലക്ഷറി സെഡാൻസിന് ഗ്രൗണ്ട് ക്ലിയറൻസ് പൊതുവേ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിന് 160 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് തീരെ മോശപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ച് സൂക്ഷിക്കേണ്ടൊക്കെ ഓടിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള വാഹനങ്ങൾ പൊതുവേ കമ്പനീസ് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യാറുള്ളത്. ലോ പ്രൊഫൈൽ ടയറൊക്കെ കൊടുത്ത് ഒന്ന് ലോവർ ചെയ്ത് ആ റോഡിൽ പിടിച്ച് കിടക്കുന്ന അത്രത്തോളം യാത്രാസുഖം അത്രത്തോളം ഡ്രൈവബിലിറ്റിയും കിട്ടാനാണ് കമ്പനീസ് ഇങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത്. ചുറ്റും ആ ഒരു ക്രോമിയ എലമെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ആ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ ആണെങ്കിൽ തന്നെ ആ പ്രീമിയം വിളിച്ചോതുന്ന രീതിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇന്നർ ഹാൻഡ് ഡോർ ഹാൻഡിലായാലും ഒരു ക്രോമിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് വീലിൻ്റെ ഒരു ഗൺ മെറ്റൽ ഗ്രേ കളർ ഫിനിഷും ഈ ഒരു വൈറ്റ് കളറുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള മാച്ചിങ് ആണ്. ഒരു സിൽക്കി വൈറ്റ് അല്ലെങ്കിൽ ഒരു പേൾ വൈറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കളർ തീമാണ് വരുന്നത്. അതൊരു വെൽവെറ്റ് ലുക്ക് ലഭിക്കുന്നുണ്ട്. അത്രത്തോളം ഫിനിഷിങ് ഈ വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാനുണ്ട്. ആ ഒരു സ്കേറ്റിംഗ് ഒക്കെ ആ റണ്ണിങ് ബോർഡിൽ വന്നിരിക്കുന്ന ആ സ്കേറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഭംഗി ഒരു രക്ഷയില്ല. ഈ ബി പില്ലറും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത്. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഫീൽ നമുക്ക് ലഭിക്കും. പിന്നെ ഓറം നമുക്ക് കാണാം. വശങ്ങളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഓറം കൊടുത്തിട്ട് അവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള ഹൈബ്രിഡ് എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് ആ ഒരു വശത്തായിട്ട് കാണാം. ഇനി നമുക്ക് റിയർ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ക്യാമറയുടെ റിയർ സൈഡാണ് കാണുന്നത്. ഇത്രത്തോളം ഭംഗിയാണ്, സൈഡ് പ്രൊഫൈലും ഫ്രണ്ട് പ്രൊഫൈലും പോലും അത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് ഡിസൈനും കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, അത് ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിച്ച് ബൂട്ടിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ആ ക്വാർട്ടർ പാനലിൻ്റെ ഒരു ഭംഗിയും ആ ഒരു കട്ടിങ് ക്രീസിങ് ആ ഒരു ബൾജിങ്ങും ഒക്കെ സൈഡ് പ്രൊഫൈലിൽ നിന്നും റിയറിലോട്ട് വരുമ്പോൾ അത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ബാക്ക് ഗ്ലാസ് ഏരിയ ആണെങ്കിലും ഇങ്ങനെ ചരിച്ചിറങ്ങുന്ന ഒരു ഗ്ലാസ് ഏരിയ ആണെങ്കിലും ഫ്ലോട്ട് ചെയ്ത് വരുന്ന ഒരു ഗ്ലാസ് ഏരിയ ആണെന്നാണ് പറയുന്നത്. അവിടെയും ഡീഫോഗറും കാര്യങ്ങളൊക്കെ കാണാം. നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, നമ്മുടെ റിവ്യൂവിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നിപ്പോൺ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കറിയാം ടൊയോട്ട ലൈനപ്പിലുള്ള ഏത് വാഹനം നിങ്ങൾക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും ബുക്കിംഗ് സംബന്ധിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് നിപ്പോൺ ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്ക് പ്രൊഫൈൽ നമുക്ക് കാണാം, ഒരു ലിപ് സ്പോയിലർ പോലെ തള്ളി നിൽക്കുന്നൊരു ഭാഗം കാണാം നമുക്കിവിടെ. അതും വാഹനത്തിൻ്റെ ആ എയറോഡൈനാമികതയാണ് വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്രോം എലമെൻസിൽ അല്ലെങ്കിൽ ഒരു ക്രോം പ്ലേറ്റിൽ ക്യാമറി എന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം. അതും ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നമ്മൾ കണ്ട പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഹൈബ്രിഡ് ബാഡ്ജിങ് നോക്കി ഈ ഒരു വശത്തായിട്ട് കാണാം. അത്യാവശ്യം വലിയ ബമ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഇവൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് നമുക്ക് നോക്കേണ്ടത്. കീയിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഏകദേശം 524 ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു സെഡാനെ സംബന്ധിച്ച് ബൂട്ട് സ്പേസ് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ലോഡ് ഏരിയ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇപ്പോൾ ടൊയോട്ട ക്യാമറയുടെ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. മെമ്മറി ഫംഗ്ഷൻസ് ഉള്ള സീറ്റും സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടൊയോട്ടയുടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതും JBLൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഒരു രക്ഷയില്ല, വളരെ ക്ലാസി ആയിട്ടുള്ള വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ. ഓവർ ഡിസൈൻ ഗിമ്മിക്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സുകളുടെ ബഹളമൊന്നുമില്ല. മിനിമലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ആ ഒരു വുഡൻ പാനലിംഗ് ആയാലും ആ ഒരു ഫിനിഷും ആ ഒരു കളർ തീമും മൊത്തത്തിൽ ഒരു പ്ലസൻറ്റ് ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഫാൻ സ്പീഡൊക്കെ നമുക്ക് ഈ ഒരു വശത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്കോ, നോർമൽ, സ്പോർട്സ് 3 ഡ്രൈവ് മോഡ്സ് കാണാം. EV മോഡ് കാണാം. ഓട്ടോ പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഒരു ECVT ഗിയർ ബോക്സിൻ്റെ ഒരു നോബ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിമനോഹരമായിട്ടാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ എലമെൻസും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാണെന്നാണ് പറയേണ്ടത്. ടച്ച് റെസ്പോൺസ് ഒക്കെ ആയാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ കൂടിയും വളരെ മിനിമലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഒരു കിഡിലെ മീറ്റർ കൺസോൾ കാണാം. നടുക്ക് നമുക്ക് ഒരു വലിയ MID കാണാം. അവിടെ അത്യാവശ്യം വേണ്ട ടയർ പ്രഷർ മോണിറ്ററിങ് ബാക്കി സിസ്റ്റംസ് ഒക്കെ അവിടെ ആയിട്ട് കാണാം. നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും നമുക്ക് മെമ്മറി ഫംഗ്ഷൻ്റെ കൺട്രോൾസും പവർ വിൻഡോസും എല്ലാം നമുക്ക് ആ ഒരു വശത്തായിട്ട് കാണാം. ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന മിറേഴ്സാണ്. ഇന്റീരിയർ മൊത്തത്തിൽ ഒരു രക്ഷയില്ലെന്നാണ് പറയേണ്ടത്. ഇവിടെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ കാണാം നമുക്ക് ഡോർ പാഡിൽ. അതൊന്നും ഒരു രക്ഷയില്ല. നമ്മുടെ മെയിൻ ഗ്ലോ ബോക്സ് ആയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഓട്ടോ ഡിമ്മിങ് മിറർ, നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ മിറേഴ്സും കാര്യങ്ങളും ലൈറ്റും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൺവൈസറിൽ. ഇത്രയൊക്കെയാണ് ഇന്റീരിയറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. റിയർ സീറ്റിൻ്റെ കംഫർട്ട് എല്ലാം ലെവലാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ അദ്വൈത് മുരാളി. അപ്പോൾ മുരാളിമാരുടെയും പ്രൊഫഷണൽസിൻ്റെയൊക്കെ സീറ്റിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ഇതൊരു ഷോഫ് ഡ്രിവൺ വാഹനമാണ്. കൂടുതലും ഈ വാഹനത്തിൻ്റെ മുരാളിമാർ ഇരിക്കുന്നൊരു സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയാൻ. ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഇപ്പോൾ എനിക്ക് ഓടിക്കേണ്ടായിരുന്നു തോന്നി, ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു തോന്നി. അത്രത്തോളം ലക്ഷറി, അത്രത്തോളം കംഫർട്ട് ലഭിക്കുന്നൊരു റിയർ സീറ്റാണ്. നിങ്ങൾ നോക്കി ലെഗ് സ്പേസ് ഒക്കെ നോക്കി. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കോ ഡ്രൈവർ സീറ്റ് മുമ്പോട്ടാക്കാനും പുറകോട്ടാക്കാനും ഒക്കെ ഇലക്ട്രോണിക്കലി സാധിക്കും. റിയർ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്കൊരു നിഷ്പ്രയാസം ഒരു ടച്ച് പാഡിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആ ഒരു പ്രീമിയം ടച്ചുള്ള ബോട്ടിൽ ഹോൾഡർ ആയാലും. പിന്നെ ഇവിടുന്ന് നമുക്ക് ബൂട്ട് ആക്സസ് ചെയ്യാം. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഫയൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കംഫർട്ട് ഫീൽ ആയാലും ഒരു രക്ഷയില്ല. ഈ ഒരു ഇരിപ്പാണ് ശരിക്കും ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്നാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ സൺ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഒരു രക്ഷയില്ല. അത് ഇലക്ട്രോണിക് അല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു ഇലക്ട്രോണിക് സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. അത് നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് റിയർ സൈഡിൽ മെയിനായിട്ട് ഓഫർ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, ഇപ്പോൾ എൻട്രി എക്സിറ്റ് ആയാലും ഈ ഒരു ഇരിപ്പായാലും നമ്മളൊരു കംഫർട്ട് സോണാണ്. ഒരു അനക്കമില്ലെന്നാണ് പറയേണ്ടത്. ഒരു ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട് അത്രത്തോളം സ്മൂത്താണ്, അത്രത്തോളം റിഫൈൻഡ് ആണ്. നമ്മളൊരു ട്രാവൽ ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ പോലും ലഭിക്കുന്നില്ല. ഒരു വീട്ടിലിരിക്കുന്ന അത്രയും കംഫർട്ടുള്ളൊരു വാഹനമാണ്. ഇവിടെയും ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ലെഗ് സ്പേസ് ഒരു രക്ഷയില്ല. 4 പേർക്കാണ് സുഖമായിട്ടിരിക്കാവുന്നത്. ഇങ്ങനെയുള്ള വാഹനത്തിൽ നിന്ന് 5 പേര് യാത്ര ചെയ്തിൽ നമുക്ക് വിശ്വസിക്കാം. നടുക്കൊരു വലിയ സെൻറ്റർ ടണലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 പേർക്കാണ് കംഫർട്ടായിട്ടിരിക്കാവുന്ന. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് സുഖപ്രദമായിട്ടുള്ളൊരു ഇരിപ്പാണ്. ഒരു രക്ഷയില്ല. ഇവിടെ കയറി ഇരുന്നിട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്.
സീറ്റിംഗ് കംഫർട്ടും ഒരു രക്ഷയില്ല, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒക്കെ തന്നെ. അത്രയൊക്കെയുള്ള ഇതിൻ്റെ റിയർ സീറ്റ് പറയാം. ഇനി നമുക്ക് നേരെ ഡ്രൈവിലോട്ട് കിടക്കാം. ക്യാമറയുടെ ആ മാസീവായിട്ടുള്ള എഞ്ചിൻ ബേയും കൂടി നമുക്കൊന്ന് കണ്ടേക്കാം. ഹൈഡ്രോളിക് ജാക്സ് ആണ് വരുന്നത്. ആ ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ്റെ ഒരു വലിയ എഞ്ചിൻ നമുക്ക് കാണാം. ഫുഡ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹൈഡ്രോളിക് ജാക്കും ഇവിടെയും ഒരു പ്രീമിയം ടച്ച് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു രക്ഷയില്ല. നിങ്ങൾ എഞ്ചിൻ ബേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു രക്ഷയില്ല. അപ്പം ഇനി നമുക്ക് ഡ്രൈവിലോട്ട് കിടക്കാം. നമ്മൾ ടൊയോട്ട ക്യാമറിയുടെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ കരുത്ത് വരുന്നത്. ഒരു 218 PHP ഒരു 221 Nm ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഷോപ്പ് ഡ്രിവൺ വാഹനമാണ്. കൂടുതൽ ഇതിൻ്റെ ഓണേഴ്സ് ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാറാണ് പതിവ്. എങ്കിലും ഇത് അത്യാവശ്യം ഡ്രൈവബിലിറ്റി ഉള്ളൊരു കാറും കൂടിയാണ്. കാരണം ഈ ഒരു PS പവറും ഇത്രയും ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ്. ഹൈബ്രിഡ് എന്ന് നമ്മൾ കേട്ട് തുടങ്ങിയത് തന്നെ ടൊയോട്ട ക്യാമറിയിലൂടെയാണ്, അല്ലെങ്കിൽ ടൊയോട്ടയിലൂടെയാണ്. ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ട ലൈനപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് വാഹനം നമുക്കുള്ളത്. ഇപ്പോഴാണ് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം ഒരു 20-25 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇറങ്ങാൻ തുടങ്ങിയാലും അന്നത്തെ കാലത്ത് പ്രീമിയം മോഡലായിട്ടുള്ള ഇപ്പോൾ ടൊയോട്ട ക്യാമറി ഒരു ഫുൾ സൈസ് ലക്ഷറി സെഡാനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വാഹനത്തിനാണ്. ഈ വാഹനം ഹൈബ്രിഡ് ആയതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 സീരീസുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മെർസിഡീസിൻ്റെ ഏതെങ്കിലും മോഡലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും 23-ലധികമാണ് ഈ വാഹനത്തിൻ്റെ 2.5 ലിറ്റർ എഞ്ചിൻ ഇത്രയും വലിയ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലേജ്. അത് ഞെട്ടിക്കുന്ന നമ്മൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് എഞ്ചിൻ നമുക്കറിയാം സിറ്റിയിലായിരിക്കും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അറിയത്തുപോലും ഇല്ല. ഒരു ഇലക്ട്രിക് പവർ മോഡ് EV മോഡിൽ നമുക്കിപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് EV മോഡിൽ ഡ്രൈവ് ചെയ്യാം. അതല്ലെങ്കിൽ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്ട് ലോഡ്സ് ഒക്കെ ഇട്ട് നമ്മൾ ആക്ടിവേറ്റ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനം നല്ല അഗ്രസീവായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു എഞ്ചിനാണ്, ഒരു 2.5 ലിറ്റർ എഞ്ചിനാകുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവബിലിറ്റി കൊണ്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഇവൻ്റെ ഒരു റോഡ് ഗ്രിപ്പ്, 2 വീൽ ഡ്രൈവ് വാഹനമാണെങ്കിൽ കൂടി നമുക്കൊരു ഓൾ ഗ്രിപ്പ് വാഹനം ഓടിക്കുന്ന അത്രയും റോഡ് ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റോഡിൽ വാഹനം ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ഒരു 160 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ലോ പ്രൊഫൈൽ ടയറാണ് വരുന്നത്, അതും 18 ഇഞ്ച് ടയറാണ് വരുന്നത്. അതുകൊണ്ടൊരു പ്ലസ് റൈഡ് തീർച്ചയായിട്ടും നമുക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ വളരെ മികച്ച വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഗ്ലാസ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലസ് റൈഡ് തികച്ചും സമ്മാനിക്കുന്നുണ്ട്. പിന്നെ വളരെ സ്മൂത്താണ്. ഇപ്പം ഡീസൽ എഞ്ചിൻ അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് ആണ്. പ്രത്യേകിച്ച് വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു മോഡലാണ് ടൊയോട്ട ക്യാമറി. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ബ്രേക്കിംഗ് ആണെങ്കിൽ 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ പാഡിൽ ഷിഫ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാനുവൽ മോഡി ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ECVT ടെക്നോളജിയാണ് വാഹനത്തിൽ വരുന്നത്. സാധാരണ നമ്മൾ ഹൈബ്രിഡ് വാഹനങ്ങളിലൊക്കെ കാണാറുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ്. ഓവർടേക്കിംഗ് ഒക്കെ നമ്മൾ സ്പോർട്സ് മോഡിലിട്ട് കാല് കൊടുത്താൽ വാഹനം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുമാണ് കാഴ്ചവെക്കുന്നത്. വളരെ ക്വിക്കായിട്ട് വാഹനം കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നൊരു ബോണറ്റ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു തടസ്സമില്ല, ഒരു ബ്ലൈൻഡ് സ്പോട്ടും ഇല്ല. നമുക്ക് നല്ല പക്കയായിട്ട് തന്നെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു മോഡലാണ് ടൊയോട്ട ക്യാമറി. നമുക്കറിയാം ഇപ്പം 100 കിലോമീറ്റർ വേഗതയിലൊന്നും വന്ന വാഹനത്തിനൊന്നൊരു വിഷയമല്ല, നമ്മൾ അറിയുന്ന കൂടിയില്ല. അത്രത്തോളം യാത്രാസുഖം കൂടി ഓഫർ ചെയ്യുന്നൊരു മോഡലാണ് ടൊയോട്ട ക്യാമറി. ഇത് നിങ്ങൾക്കിപ്പം തന്നെ വിഷ്വലി വ്യക്തമാകുന്നുണ്ടായിരിക്കും വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന്. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് അത്രത്തോളം കോൺഫിഡൻറ്റ് ലഭിക്കുന്നുണ്ട്. നിഷ്പ്രയാസമാണ്. സ്പോർട്സ് മോഡിൽ വേറൊരു പെർഫോമൻസ് തന്നെയാണ് വാഹനം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളി പെട്രോൾ എഞ്ചിനിലോട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. EV മോഡ് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത്ര കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി സിസ്റ്റം കൂടി വാഹനത്തിൻ്റെ ഫ്ലോറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹെവിനെസ്, ആ ഒരു വെയിറ്റും ആ റോഡ് ഗ്രിപ്പൊക്കെ നല്ല രീതിക്ക് ഫീൽ ചെയ്ത് തന്നെ ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലാണ് വാഹനം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഒരു ക്യാമറയുടെ ഡ്രൈവ് പറയാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.